പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കഷ്ടങ്ങളും, പ്രതീക്ഷിക്കാത്ത ചില പ്രതികൂലങ്ങളും, പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികളും ഒക്കെ വന്ന് നമ്മുടെ ജീവിതത്തെ ഒരുപാട് മടുപ്പിക്കാറുണ്ട്. നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ വിചാരിച്ചില്ല ഇതുപോലുള്ള കഷ്ടങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വരും, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വരുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അവിടെ കൊണ്ട് തകർന്നു പോകും, ഉടഞ്ഞു പോകും എന്നൊക്കെയാണ്. ഒരു തോന്നല. അങ്ങനൊരു സംഭവം ഉണ്ടാകുകയില്ല, തകരുകയില്ല, നീ ഉടയുകയില്ല. കാരണം നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ദൈവത്തിന്മീതെ വയ്ക്കുന്നുവെങ്കിൽ നമ്മൾ എത്ര താഴെ പോയെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് കയറി വരും. അതാണ് ഒരു പ്രത്യേകത. എത്ര ഉടഞ്ഞു പോയെന്ന് തോന്നിയാലും അവിടെ നിന്നെല്ലാം കയറി വരും. കാരണം സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കരുതലും കാവലും നമ്മുടെ മേലുണ്ടെങ്കിൽ ഒരിക്കലും ഭാരപ്പെടണ്ട. ഈ പ്രതികൂലവും പ്രതിസന്ധിയും ഒക്കെ, ഈ കഷ്ടതയും പ്രതീക്ഷിക്കാതെ വരുന്ന ഈ പ്രതികൂലമൊക്കെ ഇത് നമ്മളെ വിട്ടു പോയേ പറ്റൂ. ഇതിനൊന്നും വലിയ ആയുസില്ല. സങ്കീർത്തനം പറയുകയാണ്, സന്ധിയെങ്കിൽ കരച്ചൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു എന്ന് പറഞ്ഞാൽ ഈ വരുന്ന പ്രശ്നം ഒരു രാത്രി മാറി അടുത്ത പകലിലേക്ക് ചരിത്രം മാറിക്കൊണ്ടേ എഴുന്നേൽക്കുകയുള്ളൂ. അങ്ങനെ പലരും നമുക്ക് ബൈബിളിലും അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നീ നിൽക്കുന്ന ഈ പ്രതിസന്ധി, ഈ പ്രതികൂലം, ഇതൊന്നും കണ്ട് ഭാരപ്പെടുമൊന്നും വേണ്ട കേട്ടോ. പ്രതീക്ഷിക്കാതെ ഒന്നൊന്നുമല്ല. ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി അപ്പോയിൻമെൻ്റ് ചെയ്തതാണ്. എന്തിനാന്ന് പറയുമ്പോൾ നമ്മൾ ബലത്തോടെ ശക്തിയോടെ നിൽക്കേണ്ടതിനാണ്, അല്ല തകർന്നു പോകാനല്ല കേട്ടോ. അതൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. മുന്നോട്ട് യാത്ര ചെയ്യുക, ദൈവം കൂടെ ഇരിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു.